കഥകൾക്കൊപ്പം. ആമയും മുഴലും. പണ്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ കാട്ടിൽ വേഗത ഉള്ള ഒരു മുഴലും പതിയെ നീങ്ങുന്ന ആമയും നല്ല സുഹൃത്തുക്കൾ ആയിരുന്നു. ഒരു ദിവസം മുഴൽ ആമയെ "നീ പതിയെ ആണല്ലോ പോകുന്നതെന്ന് പറഞ്ഞു കളിയാക്കി. എനിക്കെതിരായ മത്സരത്തിൽ നീ ഒരിക്കലും വിജയിക്കില്ല" എന്ന് പറഞ്ഞുകൊണ്ട് മുഴൽ ആമയുടെ ചുറ്റും ചാടികൊണ്ട് അഹംഭാവത്തോടെ പറഞ്ഞു. ആമ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "വേഗതയല്ല എല്ലാം, നമുക്ക് ഒരു ഓട്ട മത്സരം വെച്ചിട്ട് ആരാണ് വിജയിക്കുന്നതെന്ന് നോക്കാം." ആമയും മുഴലുമായുള്ള മത്സര ദിവസം അങ്ങനെ വന്നെത്തി. മൃഗങ്ങൾ എല്ലാം വളരെ അധികം ആഹ്ലാദത്തിലാണ്. മത്സരപാത പുഴയരികിൽ തുടങ്ങി കുന്നിന്റെ മുകളിൽ വരെ ആണ് തയ്യാറാക്കിയത്. അങ്ങനെ മുഴലും ആമയുമായുള്ള മത്സരം ആരംഭിച്ചു. മുഴൽ മിന്നൽ വേഗത്തിൽ ഓടിപ്പോയി. ആമ വളരെ പിന്നിൽ ആയിരുന്നു. മുഴൽ പകുതി ദൂരം പിന്നിട്ടപ്പോൾ അവന്റെ അമിതമായ ആത്മവിശ്വാസത്തിൽ അവൻ ഒരു മരച്ചുവട്ടിൽ കുറച്ച് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ ആമ പതിയെ നടന്നു നീങ്ങി. ആമ വിശ്രമിക്കാനോ ശ്രദ്ധ തിരിക്കാനോ നിന്നില്ല. മുഴൽ ഉണർന്നു വരുമ്പോഴേക്കും ആമയുടെ മത്സരം അവസാനിക്കാനായിരുന്നു. മുഴൽ ആമയുടെ മുന്നിൽ എത്താൻ വേണ്ടി ഓടിയെങ്കിലും ആമ പോയേക്കും അന്തിമരേഖ കടന്ന് വിജയിച്ചിരുന്നു. മൃഗങ്ങൾ ആർപ്പുവിളിച്ച് ആഹ്ലാദിച്ചു. എല്ലാവരും ആമയെ അഭിനന്ദിച്ചു. അന്നുമുതൽ മുഴലിന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ എല്ലാവരെയും ബഹുമാനിക്കാനും പ്രശംസിക്കാനും തുടങ്ങി. അങ്ങനെ ആമയും മുഴലും സുഹൃത്തുക്കളായി തുടർന്നു. അവർ പലപ്പോഴും തങ്ങളുടെ ഓട്ട മത്സരത്തെപ്പറ്റി പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കും.